ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഡാറ്റാബേസിന് ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നമ്മുടെ MySQL ക്ലയൻ്റ് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാം. ഓക്കെ. ആൻഡ് നമ്മൾ ഡാറ്റാബേസുകൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സോ അതിനായിട്ട് നമ്മൾ ഷോ ഡാറ്റാബേസസ് അടിക്കാം. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ ഈ സ്കൂളിലെ ടേബിൾസ് ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ടി സെറ്റ് ആയിരിക്കും കാണാം. ഓക്കെ. അതിവിടെ ആൻഡ് നമ്മളപ്പോൾ ആ ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേബിൾസ് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ആ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ. സോ കണക്ഷനിൽ ഡാറ്റാബേസ് ഈക്വൽ ടു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റും കൂടിയും കൊടുക്കാം. ഓക്കെ. ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴ്സർ സെറ്റ് ചെയ്തു. ഓക്കെ. ആൻഡ് ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ. മുമ്പ് നമ്മൾ ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂളാണെങ്കിൽ അത് മാറ്റിയതിന് ശേഷം നമ്മൾ 3 ടൈംസ് ഡബിൾ കോട്ട്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വറികൾ കൊടുക്കുക. സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ടേബിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് റോൾ നമ്പർ ഇൻറ്റീജർ ആൻഡ് നെയിം വർക്കർ ഓഫ് 20. ഓക്കെ. അതിനുശേഷം മാർക്ക് നമുക്കൊരു ഡബിൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ടേബിൾ സ്കൂൾ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ആ ക്ലാസ് എന്ന് പറയുന്നത് റോൾ നമ്പർ ഇൻറ്റീജർ ആൻഡ് നെയിം വർക്കർ ആൻഡ് മാർക്ക് ഡബിൾ എന്ന് പറഞ്ഞ കുറച്ച് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വറീസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യണം. ഓക്കെ. സോ ഡിസ്കണക്ട് ഓൾ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മേലെ DB എന്ന് പറഞ്ഞ ആ ഒരു കണക്ഷൻ വേരിയബിൾ ഉണ്ടല്ലോ. ഓക്കെ. ആ ഒരു വേരിയബിൾ എടുക്കണം. ഓക്കെ. സോ DB ഡോട്ട് ക്ലോസ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റൺ ചെയ്യണം. സോ വേറെ എററൊന്നുമില്ല. ഓക്കെ. ആൻഡ് നമ്മൾ ആ ക്ലയൻ്റ് എടുത്ത് ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഷോ ടേബിൾസ് കൊടുക്കാം. ഓക്കെ. ഷോ ടേബിൾസിൽ കണ്ടോ നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ MT ആയിരുന്നു, ഇപ്പോൾ ക്ലാസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു ക്ലാസ്സിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് DESC ഓഫ് ക്ലാസ് അടിച്ചു എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ടൈപ്പ് ഡാറ്റ ടൈപ്പുകൾ ഫീൽഡ് നെയിം എല്ലാം കാണാൻ പറ്റും. സോ ഇതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട് ആൻഡ് മാർക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പൈത്തൺ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.